രാജി ആവശ്യം അങ്ങ് ഉന്നയിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് MLA സ്ഥാനത്തു നിന്നുള്ള രാജി ഒരു ആരോപണത്തിന് നിഴലിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനത്തുള്ള രാജി ആവശ്യം ശരിക്കും ഉന്നയിച്ചിട്ടില്ല, അങ്ങനെ ഉന്നയിക്കാൻ കഴിയില്ലെന്ന് കരുതുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലെ ഒരു MLAക്കെതിരായിട്ട് ഇന്നേ വരെ ഇത്ര വ്യക്തതയോടുകൂടിയുള്ള തെളിവുകളുടെ ഒരു പെരുമഴ പ്രവാഹം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്നലെ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഗൗരവപൂർവ്വം ആലോചിക്കണം എന്നാണ്. കേരളത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും ഇപ്പോഴ് രാഹുലിന്റെ MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ഉയർന്നു വരികയാണ്. അങ്ങനെ ഉയർന്നു വരുന്ന ആവശ്യം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പൊതുവികാരമായിട്ട് രൂപപ്പെടുകയാണ്. അപ്പോൾ ഇത്ര ഗുരുതരമായ തെളിവുകളോടുകൂടി വന്ന ആരോപണം എന്ന് പറയുന്നതിൽ കാര്യമില്ല, തെളിവുകളോടുകൂടി വന്ന ഈ കാര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അല്ല, അതൊക്കെ തിരുത്തേണ്ടി വരും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചാൽ കേരളീയ സമൂഹം, അത് സ്ത്രീകൾ ഉൾപ്പെടെ ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കുന്ന ഒന്നായിരിക്കില്ല. അതാണ് വളരെ പെട്ടെന്ന് തന്നെ ശ്രീകണ്ഠനെ തിരുത്തേണ്ടി വന്നത്. ഞങ്ങൾക്ക് എന്ത് ധാർമ്മികത കുറവായുള്ളത്? ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ധാർമ്മികതയേ ഉള്ളൂ. കാരണം ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നം പരാമർശിച്ചതിന് മുമ്പ് ഞാനതല്ലേ പറഞ്ഞു, ഏതെങ്കിലും ഒരു MLA പറ്റി വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ശരവർഷം പോലെയുള്ള ആരോപണം പെരുമഴയല്ലേ, 1, 2, 3, 4 ഒക്കെയാണ്. സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നും പറഞ്ഞത് ഇന്നും അത് തന്നെയാണ് പറയുന്നത്. അന്ന് വന്ന ഒരു ആരോപണത്തിന്റെ മേലെ സ്വാഭാവികമായിട്ട് ഒരു തെളിവുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ആരോപണമല്ല ഇത്, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യത്യാസം മനസ്സിലാക്കണം. ഇത് പൂർണ്ണമായ തെളിവാണ്, തെളിവ് ജനങ്ങളുടെ മുമ്പിലാണ്. അതിനെ മൂടി വെച്ചുകൊണ്ട് വേറെ എന്തെല്ലാം വിശദീകരിച്ചാലും ആ വിശദീകരണത്തിന് ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. പരാതി വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇവിടെ പ്രശ്നം. ഞാനും നിങ്ങളും കണ്ടോ, ഈ പൊതുസമൂഹം കണ്ടോ, കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടില്ലേ? പിന്നെ യാതൊരു ഉളുപ്പുമില്ലാത്ത രീതിയിൽ ഇതിനെ സമീപിക്കുന്ന ആളുകൾ വേറൊന്നും പറയാനില്ല. ഞാൻ ഇന്നലെ അതാ പറഞ്ഞത്, കോൺഗ്രസാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് തീരുമാനിക്കട്ടെ. അതൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അതൊക്കെ കേരളത്തിലെ പൊതുവികാരത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇന്നയാളെ തടയുകയൊന്നുമല്ല. സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ പൊതുവികാരം രാജിവെക്കണം എന്നുള്ളതാണ് നിങ്ങൾക്കുൾപ്പെടെ മാധ്യമങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. അതേ കാര്യം. അല്ല, ഇവരാണ് ഷാഫി പറമ്പിലാണല്ലോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാളും. ഇതെല്ലാം നടന്നാലും ആ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂടി വെക്കുന്നതിന് വേണ്ടിയും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരാൾ ഷാഫി പറമ്പിൽ കൂടിയാണ്. കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് എങ്കിൽ അത് വളരെ ഗൗരവപൂർവമായ പ്രശ്നം തന്നെയാണ്. കോൺഗ്രസ് ആയാലും ഏത് രാഷ്ട്രീയ നേതൃത്വമായാലും ഒരു മൂല്യബോധത്തോടു കൂടിയാണല്ലോ മനുഷ്യർ രാഷ്ട്രീയ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കാണേണ്ടത്. മൂല്യം പോയിട്ട് മൂല്യത്തിന്റെ ഒരു അംശം പോലും കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു ജീർണത ഇവരെ ബാധിച്ചിരിക്കുന്നു. അതിന് കൂട്ടുനിൽക്കാൻ ചിലർ മാനസികമായി ആ ജീർണതയോടൊപ്പം തന്നെ വരുന്നു എന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് അതിന്റെ ഒപ്പം നിൽക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. അവരാണ് മൗനം നടിക്കുന്നത്. ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA ആക്കി ഉയർത്തിയത്? ആര്? കോൺഗ്രസ്. അല്ല, അത് ഇന്നലെ അവർ പറഞ്ഞല്ലോ, വർഷങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു. ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന VD സതീശനോട് ഞാൻ ഈ കാര്യം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് നിരവധി പദവികൾ നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ കാഠിന്യം വളരെ വ്യക്തമാണല്ലോ. അവർ അത്രയെല്ലാം കാര്യം പറഞ്ഞിട്ടും ഇത് കൃത്യമായി ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ അറിയാതെ ചെയ്തതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ അത് അവരുടെ ഒരു സാംസ്കാരിക അവബോധം തന്നെയാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ VD സതീശൻ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്.
എല്ലാം അറിഞ്ഞിട്ടും ഈ കാര്യങ്ങളെല്ലാം ഫലപ്രദമായിട്ട് ഇടപെട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം അവർക്കെല്ലാം ഡബിൾ പ്രൊമോഷനും കൊടുക്കുന്ന നിലയാണ് ഉണ്ടായത് എന്ന് പറയുന്ന ആ യുവതിയുടെ പരാമർശം വളരെ വളരെ ഗൗരവമുള്ളതാണ്. അവർക്കെതിരെ വലിയ തോതിൽ സൈബർ ആക്രമണം നടക്കുകയാണ്. തുറന്നു കുറച്ച് നടത്തുന്ന സ്ത്രീകൾക്കെതിരെല്ലാം സൈബർ ആക്രമണം. അത് സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരുപടി ആളുകൾ സൈബറിന്റെ പേരും പോലെ നടക്കുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോഴല്ലേ അവസാനിക്കും. അതിലൊന്നും ഒരു സംശയം ഉണ്ടാവേണ്ടതില്ല. ശരിയായ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കുള്ളൂ. ബാക്കിയെല്ലാം തകർന്നു പോകും. അത് നിയമ നടപടി തുടരും. പക്ഷെ മറ്റൊരു വിഷയമാണ് ഒരു കാര്യം, ഈ ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ജമ്മു കാശ്മീരിൽ നടക്കുന്ന ആളുകളെ അത് ഈ ഫാസിസ്റ്റുകളായ ആളുകൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളതിനെ കൃത്യമായിട്ട് മുഖക്കണ്ണാടി പോലെ ഗോപാലകൃഷ്ണനെ കണ്ടാൽ മതി. നേരിടുന്നത് ജനങ്ങളെ കാണുന്നത്. അവ ജനങ്ങളുടെ മുമ്പിലുണ്ടാവുന്ന ഒരു അവബോധമല്ലേ അദ്ദേഹം സൃഷ്ടിക്കുന്നത്. ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഒറ്റ ഒരു ചക്രി ജനാധിപത്യ സമൂഹത്തിലുണ്ടാവില്ല. അതുണ്ടാകുന്നത് എപ്പോഴാ? ഫാസിസ്റ്റ്. ഈ നവഫാസിസത്തിന്റെ ഭാഗമായിട്ടുള്ള RSSന്റെ ഏറ്റവും ശക്തനായിട്ടൊരു വക്താവായിട്ടാണ് ഗോപാലകൃഷ്ണനെ കാണുന്നത്. ഗോപാലകൃഷ്ണൻ ആ രീതിയിലാണ് പ്രതികരിച്ചത് എന്നിപ്പോൾ കേരളം കണ്ടല്ലോ. എന്താണ് RSSന്റെയും BJPയുടെയും ഗോപാലകൃഷ്ണന്റെയും ഒക്കെ നിലപാട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടു. അത്രയേ ഉള്ളൂ. അത് എത്ര കൊല്ലായി അക്കൗണ്ട് തുറക്കാനും തുറന്നിട്ട് പൂട്ടിപ്പോയല്ലേ. അല്ല, ഈ കേരളത്തിന് ഇവരുടെ അക്കൗണ്ട് തുറന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. തുറന്ന അനുഭവം ഉള്ളതിൽ നിന്ന് കൃത്യമായിട്ട് പൂട്ടിച്ച അനുഭവവും ഉണ്ടായിട്ടുണ്ട്. അതൊരു കേരളത്തെ ഭീഷണിപ്പെടുത്താൻ, കേരളത്തിലെ ഇടതുപക്ഷത്തെ ഭീഷണിപ്പെടുത്താനൊന്നും ഇപ്പോഴും BJP ആയിട്ടില്ല.